ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 8ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ പലയാവർത്തി കണ്ടിട്ടുള്ള സെബദീപുത്രന്മാരുടെ അഭ്യർത്ഥന എന്ന ഭാഗമാണിത്. കസേര ആവശ്യപ്പെടുകയാണ് ഈശോയുടെ ഇടതും വലതും ഇരിക്കാനുള്ള. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ, എൻ്റെ പാനപാത്രം, എൻ്റെ കാസ നിങ്ങൾക്ക് പങ്കിടാനായിട്ട് പറ്റുമോ? അതാണ് ഈശോയുടെ ചോദ്യം. നമ്മൾ അതിനെക്കുറിച്ച് പലയാവർത്തി കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, മുമ്പ് കേട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ചിന്തിക്കുന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ടൊരു വരിയാണ്. ഈ സംഭവമൊക്കെ തീരുമ്പോൾ അവിടെ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. ഈ 12 പേർക്കും ഒരുപോലെ ഉണ്ടായിരുന്ന പോരായ്മ എന്തെന്ന് ചോദിച്ചാൽ വലിയവനാകണം എന്നുള്ളതായിരുന്നു. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാർക്കും പലതരം പോരായ്മകളുണ്ട്. പലതരം. പത്രോസിനാണെങ്കിൽ പേടിയുണ്ട്, പത്രോസ് പിന്നോട്ട് പോകുന്നു, മുങ്ങിത്താഴുന്നു. തോമാസ്ലിയായിക്കാണെങ്കിൽ സംശയമുണ്ട്, യൂദാസിനാണെങ്കിൽ പണക്കുതിയുണ്ട്. അങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ 12 പേർക്കും ഒരുപോലുള്ള പ്രശ്നമുണ്ട്. യേശുവിൻ്റെ 12 പേർക്കും ഒരുപോലുള്ളൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയവരാകാനുള്ള ആഗ്രഹമാണ്, അധികാരഭ്രമം. അന്ന് ക്രിസ്തു ശിഷ്യന്മാരുടെ ഇടയിൽ പല റേഞ്ചിൽ, ചിലർക്ക് കൂടുതലായിരുന്നു, ചിലർക്ക് കുറവായിരുന്നു, പക്ഷേ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ പ്രശ്നം. ആ പ്രശ്നം ഇന്നോളം, ഇനി ലോകാവസാനത്തോളം എല്ലായിടത്തും എല്ലാ കാലവും നിലനിൽക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് പല റേഞ്ചിലായിരിക്കുന്നു മാത്രം. ചിലർക്ക് ഒത്തിരി ആഗ്രഹം കാണും, ചിലർക്ക് ഭയങ്കര ആഗ്രഹം കാണും. ഇത്തിരി ആഗ്രഹമുള്ളവരത് പ്രകടിപ്പിക്കണമെന്നില്ല, പക്ഷേ അധികാരത്തിലേക്ക് വരുന്നവനെ അമർഷത്തോടു കൂടി കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ഇവിടെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക? കൃത്യമായിട്ടും ഈ സംഭവം കഴിയുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യം, ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. ബാക്കി 10 പേർക്കും ഈ 2 പേരോട് അമർഷം തോന്നി. അത് ഈ യേശുനാഥനോട്, ഗുരുനാഥനോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം യോന്മാർ രണ്ടും കൂടെ പോയി ചോദിച്ചതുകൊണ്ട് ബാക്കി 10 പേർക്കും അമർഷം തോന്നി എന്നല്ല അതിനർത്ഥം. അതിന് വ്യക്തമായ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ മുമ്പ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചേ ഉള്ളൂ. ഈ സംഭവം നടക്കുന്ന യഥാർത്ഥത്തിൽ ഈശോനാഥൻ തൻ്റെ പീഡാസഹനത്തിൻ്റെ, മരണത്തിൻ്റെ, ഉദ്ധാനത്തിൻ്റെയും 3-ാം പ്രവചനം നടത്തി കഴിയുമ്പോഴാണ്. 3-ാം പ്രവചനം കഴിയുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. എന്നാൽ തൊട്ടു മുമ്പ് 2-ാം പ്രവചനം നൽകി കഴിയുമ്പോൾ ഈ കാര്യമൊന്നും അവർക്ക് പിടികിട്ടിയില്ല എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കാരണം ഈശോ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വഴി വെച്ച് നിങ്ങൾ എന്തിനെയോ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ്? ആരാണ് വലിയവരെന്നതിനെക്കുറിച്ച്. ഈ 12 പേരും കൂടെ ഈ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് 2-ാം പ്രവചനം അവർക്ക് പിടികിട്ടിയില്ല. 3-ാം പ്രവചനം കഴിഞ്ഞപ്പോൾ ഉടനെ നടക്കുന്ന സംഭവമാണ് ഈ 3-ാം പ്രവചനം അവർക്ക് പിടിയില്ല. അപ്പം ഈശോ തൻ്റെ പീഡാസഹനത്തെ, മരണത്തെയും അല്ലെങ്കിൽ ദിവ്യബലിയെ സംബന്ധിക്കുന്ന പാഠം പഠിപ്പിച്ചിട്ട് അത് ഈ മൂന്ന് തവണ പഠിപ്പിച്ചിട്ട് 3 തവണ ഇവർക്ക് കിട്ടിയില്ല. കാരണം ഇവർ അധികാരഭ്രമത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ഇടവകയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. ഈ രൂപതയുടെ സമർപ്പിത ജീവിതത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത ഇത് തന്നെയാണ്. ക്രിസ്തു ചൈതന്യം എന്തെന്നോ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അന്തസ്സത്തെ എന്തെന്നോ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ആയി നമ്മൾ മാറാൻ കാരണം അധികാരഭ്രമമാണ്. ഞാൻ മുമ്പിൽ നിൽക്കണം, ഞാനാണ് പ്രധാനി, എന്നെ എല്ലാവരും അംഗീകരിക്കണം, ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും, ഞാൻ പറയുന്നത് ബാക്കിയുള്ളവരനുസരിക്കണം. അപ്പോൾ നമ്മൾ ചില ഇടവേളകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ അച്ഛൻ വരും പോകും, പക്ഷേ ഈ നാട്ടുകാരായ ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കും. അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് അപ്പനപ്പൂപ്പന്മാർ വഴി നമ്മളിങ്ങനെ കമ്മിറ്റിയിലിരിക്കുന്ന ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നത്. അതിൻ്റെ ഒരു കോമൺ രീതിയിൽ കുറേ കൂടി ഇതിനെ കടുത്ത് വന്നുകൊണ്ടിരിക്കുന്നൊരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മിക്ക രൂപതകളിലും മിക്ക ഇടവകളിലും ഇങ്ങനെ വൈദികനെതിരെ തിരിയുക, അല്ലെങ്കിൽ വളരെ നിസ്സാരമായ ചില കുറവുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുറവും കാണത്തില്ല, കുറവ് ഉണ്ടാക്കിയെടുത്തതായിരിക്കാം, പറഞ്ഞുണ്ടാക്കിയെടുത്തതായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പേരിൽ ഇടയന്മാരുമായി കലഹത്തിലേർപ്പെടുന്ന അജഗണത്തെ കാണാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ സുവിശേഷഭാഗത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. ഈ ഈശോയുടെ 12 പേർക്കും ഒരുപോലുണ്ടായിരുന്ന പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ആ പോരായ്മ. എനിക്ക് വലിയവനാകണം, ഇതായിരുന്നു പോരായ്മ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 10 പേർക്കും 2 പേരോട് അമർഷം തോന്നി എന്ന് പറയുന്ന കാരണം. ഇപ്പോൾ നമ്മളിങ്ങനെ ഓർക്കേണ്ട വസ്തു, ഒരു
കുസൃതി ചോദ്യം പോലെ ചോദിക്കാവുന്ന ചോദ്യം ഏത്? ഈശോയുടെ 12 ശിഷ്യന്മാർക്കും ഒരുപോലുണ്ടായിരുന്ന കുറവേത് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, തനിക്ക് വലിയവനാവണം, താനാണ് വലുത്, ബാക്കി എല്ലാവരേക്കാൾ മുൻപന്തിയിൽ നിൽക്കേണ്ട ഞാനാണെന്ന ചിന്തയാണ് അവരുടെ ഏറ്റവും വലിയ പോരായ്മ. അന്നും ഇന്നും എന്നും ആ 12 പേരുടെ പോരായ്മ നമ്മളിലുമുണ്ട്. ചിലപ്പോൾ കൂടിയ റേഞ്ചിലാവും, അല്ലെങ്കിൽ കുറഞ്ഞ റേഞ്ചിലാവും. എന്താണെങ്കിലും ശരി, ആ ഒരു വലിയ പോരായ്മയെ ബോധപൂർവം മറികടക്കാനായിട്ടുള്ള ആഗ്രഹവും ശ്രമവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.